റഷ്യയിൽ ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. റഷ്യൻ റിപ്പബ്ലിക്കായ ഡാഗസ്ഥാനിൽ 2 ഓർത്തഡോക്സ് പള്ളികൾക്കും ഒരു സിനഗോഗിനും പോലീസ് പോസ്റ്റിനും നേരെയാണ് വെടിവെപ്പുണ്ടായത്. അൽ ജസീറ പുറത്തുവിട്ട കണക്ക് പ്രകാരം വെടിവെപ്പിൽ 15ലധികം പോലീസുകാരും ഒരു ഓർത്തഡോക്സ് പുരോഹിതനും ഉൾപ്പെടെ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച വൈകുന്നേരം ഡെൻബെന്റ്, മക്ചെക്കല നഗരങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാറിൽ ആയുധധാരികളായി കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയ ആളുകൾ നിരവധി തവണ നിറയൊഴിക്കുന്നതും ഒരു സംഘടനമെന്ന പോലെ വെടിവെപ്പ് നടത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആക്രമണത്തിന്റെ ഫലമായി ഡെർബന്റിലെ സിനഗോഗിന് തീപിടിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പള്ളിയിൽ നിന്ന് പുക ഉയരുന്നതായി ദൃക്സാക്ഷികളും റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ അക്രമികളുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ഡാഗസ്ഥാൻ തലവൻ സെർജി മെലിക്കോവ് വ്യക്തമാക്കി. അക്രമികളിൽ 6 പേരെ ലിക്വിഡേറ്റ് ചെയ്തു. നിയമനിർവഹണ ഏജൻസികൾ പറയുന്നതനുസരിച്ച് തോക്കുധാരികൾ ഒരു അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളാണെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസും റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് നടന്ന ആക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസ്ഥിരമായ നോർത്ത് കോക്കോറസ് മേഖലയിലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. സംഭവങ്ങൾ അരങ്ങേറുന്നതിനിടെ 4 തോക്കുധാരികൾ വെടിയേറ്റ് മരിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്.